ലക്ഷ്മി, ദൃശ്യങ്ങളിൽ കാണാം. അതായത് നമ്മൾ 1.5 കിലോമീറ്റർ അപ്പുറത്ത് കുഴിത്തുറയിൽ ഒരു പൊട്ടുപോലെ കണ്ട കണ്ടെയ്നർ ആ നാട്ടുകാരൊക്കെ പറഞ്ഞതിന് പ്രകാരം തൊട്ടിപ്പുറത്ത് ചെറിയരീക്കിൽ ആദ്യ കണ്ടെയ്നർ അടിഞ്ഞ ആ സ്ഥലത്തേക്ക് തന്നെ തീരത്തേക്ക് അടിഞ്ഞിരിക്കുകയാണ്. ആ കണ്ടെയ്നർ നമുക്ക് കാണാം, മഞ്ഞ നിറത്തിലുള്ള. ചെറിയരീക്കൽ ഭാഗത്താണ് ഇപ്പോൾ രാഹുലുള്ളത്. മറ്റൊരു കണ്ടെയ്നർ കൂടി തീരത്തേക്ക് അടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ആദ്യം കണ്ടത് ചെറിയരീക്കൽ ഭാഗത്തായിരുന്നു. ആളുകളൊന്നും അതിലേക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ആളുകൾക്ക്, പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാലിയായിരുന്നു ആ കണ്ടെയ്നർ. ഇപ്പോഴത്തെ ആ ഭാഗത്തേക്ക് തന്നെയാണ് മറ്റൊരു കണ്ടെയ്നർ കൂടി ഒഴുകി എത്തുന്നത്. ഈ ആളുകളൊക്കെ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടും തുടരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ ഈ ചരക്ക് കപ്പലിൽ നിന്നുള്ള 15 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞിട്ടുള്ളത്. ചെറിയരീക്കൽ, ചവറ, ശക്തികുളങ്ങര, നീണ്ടകര തീരപ്രദേശങ്ങളിലായിരുന്നു ഈ കണ്ടെയ്നറുകളൊക്കെ ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കടൽ ശാന്തമല്ല, പ്രക്ഷുബ്ധമാണ്, മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് വരുമോ എന്നുള്ളതാണ് ആശങ്ക. രാഹുൽ തുടരുന്നുണ്ട്. രാഹുൽ, കേൾക്കാമെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടെയ്നർ തീരത്തേക്ക് അടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പറയൂ. അതെ, ആ കണ്ടെയ്നർ പാറയിലിടിച്ച് സീൽഡ് ആയിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അതായത് ഭാരം കുറഞ്ഞ, താരതമ്യേന ഭാരം കുറഞ്ഞ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തുണി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം മഞ്ഞ നിറത്തിലുള്ള കണ്ടെയ്നർ 1.5 കിലോമീറ്റർ അപ്പുറത്ത് കുഴിത്തുറയിൽ കണ്ടതാണ്. അത് ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് ചെറിയരീക്കൽ, അതായത് കൊല്ലം ജില്ലയിൽ ആദ്യ കണ്ടെയ്നർ അടിഞ്ഞ ചെറിയരീക്കലിലേക്ക് വന്ന് തീരത്തേക്ക് കട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുലിമുട്ടിൽ തട്ടി കണ്ടെയ്നർ തുറന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കണ്ടെയ്നറിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആളുകളെ പോലീസ് മാറ്റുകയാണ്. ആളുകൾ കണ്ടെയ്നർ വന്നതോടുകൂടി തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ആളുകളെ 200 മീറ്റർ അപ്പുറത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകുകയാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ. എന്തായാലും ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്യുകയാണ്. അതായത് ഈ ദൃശ്യങ്ങൾ കാണാം, തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ആദ്യ കണ്ടെയ്നർ. അത് വെള്ള നിറത്തിലായിരുന്നു, ഇത് മഞ്ഞ നിറത്തിലാണ്. ഏതാണ്ട് ഈ നിറങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഇത്തരത്തിൽ ഭാരം കുറഞ്ഞ ഈ ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ചെറിയരീക്കൽ അടിഞ്ഞ കണ്ടെയ്നറാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത്. തൊട്ടിപ്പുറത്താണ് അടിഞ്ഞിരിക്കുന്നത്. അതായത് ഈ താരതമ്യേന ഭാരം കുറഞ്ഞ സാധനങ്ങൾ, തുണിത്തരങ്ങളാകട്ടെ പ്ലാസ്റ്റിക് ആകട്ടെ, അത്തരത്തിലുള്ള സാധനങ്ങളാണ് കണ്ടെയ്നർ ഉണ്ടാകുക. കാരണം ഈ കണ്ടെയ്നർ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അതിൽ ആലയം ചേരുന്ന MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ആ ലോഗോ കാണാമായിരുന്നു, ആ ചിഹ്നം കാണാമായിരുന്നു. അപ്പം ഇത് സ്റ്റീൽഡ് ആയിരുന്നു, അതായത് പൂർണ്ണമായി കൂട്ടിയിരുന്നു. ഇപ്പോഴാ ഈ പാറയിൽ തട്ടിയ സ്റ്റീല് തുറന്നിരിക്കുകയാണ്, കണ്ടെയ്നർ തുറന്നിരിക്കുകയാണ്. തീരത്തേക്കൊക്കെ അടിഞ്ഞിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന സാധനങ്ങൾ അടിഞ്ഞിരിക്കുകയാണ്. ഈ ഭാരം കുറഞ്ഞതായതുകൊണ്ട് തന്നെ തീരത്തേക്ക് അടിയുന്നുണ്ട്.